السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. റബ്ബന സിദ്ന ഇൽമൻ നാഫിഅ. വിസ്ഡം സ്റ്റുഡൻസ് ഈ അവധിക്കാലത്തും തുടർന്ന് ഒരു അധ്യയന വർഷം ആരംഭിക്കുന്ന മാസത്തിലുമായി 3 മാസം നടപ്പിലാക്കുന്ന കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടന സദസ്സിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇരുന്നും ലൈവ് സംവിധാനങ്ങളിലൂടെയും ഈ സദസ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകരെ, ഇതിനോടകം തന്നെ ഈ ക്യാമ്പയിനിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിച്ചു പോവുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ എളുപ്പമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ഉപകരണങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ, ജോലി സ്ഥലങ്ങളിൽ, നിരത്തിൽ ഒക്കെയായി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ എളുപ്പത്തിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരങ്ങളിലുള്ള ഉപകരണങ്ങളിൽ പോലെ എടുക്കേണ്ട ഒരു ഉപകരണം എന്ന അർത്ഥത്തിൽ നിന്നൊക്കെ എത്രയോ മുന്നോട്ട് പോയി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും അതിലെ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിനിൻ്റെ തലവാചകം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയ അത് നമ്മുടെ കുരുന്നുകൾക്കുള്ളതല്ല, കുട്ടികൾക്കുള്ളതല്ല, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലല്ല അതുള്ളത് എന്നതാണ് നമ്മുടെ ഈ തലവാചകവും സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂളുകളിലുള്ള 16 വയസ്സിന് താഴെയുള്ള ബാല്യം, കൗമാരം ഒക്കെ വളരെ മനോഹരമായി ആസ്വദിച്ച് മുന്നോട്ട് പോകേണ്ട നമ്മുടെ കുട്ടികൾ, അവർ ജനിച്ചു വീണത് തന്നെ ഈ ഉപകരണത്തിൻ്റെ നടുവിലേക്കാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ ജനിച്ചു വീണതിൻ്റെ സാഹചര്യത്തിൽ നിന്ന് പറ്റെ മാറി നിൽക്കാൻ, എല്ലാത്തിൽ നിന്നും മുക്തമായി നിൽക്കാൻ അവർക്ക് സാധ്യമല്ലാത്ത വിധം സാഹചര്യം ഉണ്ട്. എന്നാൽ അതിനെ ഏറ്റവും മനോഹരമായി, ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തേണ്ട മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് ഈ ക്യാമ്പയിൻ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ പരമാവധി നിർവഹിക്കാൻ വിസ്ഡം സ്റ്റുഡൻസും ഈ കൂട്ടായ്മയും ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന രൂപത്തിലാണ് കണക്കുകൾ, ഇതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ കണക്കുകൾ നമ്മുടെ മുന്നിലുള്ളത്. 65% വർധനവാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 16 വയസ്സിന് താഴെയുള്ള, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 12 മുതൽ 16 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ 65% ഉയർന്നു എന്നതാണ് കണക്കുകൾ നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ തന്നെ ഉള്ള കണക്കിൽ ആ ഭീകരമായ കണക്കിനെ കുറച്ചുകൂടെ ആക്ച്വലായി വന്നാൽ 2023 മാത്രം ഈ പ്രായത്തിൽ 12 മുതൽ 16 വരെ പ്രായത്തിലുള്ള നമ്മുടെ കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ കണക്ക് 13,892 വിദ്യാർത്ഥികളാണ് രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് മാത്രം ആത്മഹത്യ ചെയ്തിട്ടുള്ള വ്യത്യസ്തങ്ങളായ കാരണങ്ങളാണ്. ഇപ്പം കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ മിടുക്കിയായ കൊല്ലം ജില്ലയിലെ ഒരു വിദ്യാർത്ഥിനി, അവൾ ആത്മഹത്യാക്കുറിപ്പ്, നീണ്ട 3 പേജിൽ അവൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വാചകങ്ങൾ, ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന കൊറിയൻ ഡ്രാമ, അതിലെ കഥാപാത്രങ്ങളിലേക്ക് എത്താൻ എനിക്ക് കഴിയില്ല. ഉള്ള എൻ്റെ സുഹൃത്തുക്കളാകട്ടെ ഒരിക്കലും എൻ്റെ ചിന്തകളുമായി യോജിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ ലോകം എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല, ഞാൻ വിടവാങ്ങുകയാണ് എന്ന് 16 വയസ്സുകാരി, ഒരു +1 ആ നാട്ടിലെ തന്നെ ഏറ്റവും നല്ല സ്കോർ വാങ്ങി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിനി കുറിപ്പെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത് ഏതോ രാജ്യത്തല്ല, നമ്മുടെ സംസ്ഥാനത്താണ് എന്നത് നമ്മൾ വാർത്തകളുടെ അതിപ്രസരം മൂലം കാണാതെ പോയൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ നമ്മുടെ ഒക്കെ പരിസരത്തുള്ള കുട്ടികൾ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എത്തുന്ന പര്യവസാനം ഇത്രമേൽ അപകടകരമാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. യഥാർത്ഥത്തിൽ ഈ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ അതിൽ കൂടുതൽ സമയം ചെലവഴിക്കാനാണല്ലോ. ഇതൊരു ഉപകരണമാണ്.
ഏതെല്ലാം ഉപകരണങ്ങൾ പോലെ ഇപ്പം നമ്മുടെ വാഹനം നമ്മളെ സംബന്ധിച്ചൊരു ഉപകരണമാണ്. ആ വാഹനത്തിൻ്റെ താക്കോൽ എല്ലാ സമയവും നമ്മൾ കൊണ്ടു നടക്കാറില്ല. നമ്മളൊരു വാഹനം എടുത്തൊരു വഴിക്ക് ഇറങ്ങിയാൽ ആ ഭാഗത്തെത്തുന്നതോടുകൂടെ ആ ചാവി ഒരു സ്റ്റേഡിൽ നമുക്ക് വീട്ടിൽ അതിനുവേണ്ടി നിശ്ചയിച്ചൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മുടെ ചാവി സുരക്ഷിതമായി വെക്കും. പിന്നെ ആ വാഹനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. ഇങ്ങനെയാണ് എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുവെ. പക്ഷെ മൊബൈൽ ഫോണിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. മുതിർന്നവരായാലും അത് ചെറിയവരാണെങ്കിൽ കൂടുതലും മുഴുവൻ സമയവും ഇതിൽ ചെലവഴിക്കാനുള്ള വിധത്തിലാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോണിലെ സിസ്റ്റങ്ങളും അതിലെ സൗകര്യങ്ങളുമൊക്കെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അല്ലേ. ഇപ്പോൾ നോക്കൂ, വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കാണുന്ന റീൽസുകൾ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന റീൽസുകൾ അത് വളരെ ദൈർഘ്യം കുറഞ്ഞതാകുന്നതും നമ്മുടെ വിരൽ കൊണ്ടൊന്ന് തോണ്ടിയാൽ ഒന്ന് സ്ക്രോൾ ചെയ്താൽ പെട്ടെന്ന് അടുത്ത റീലുകളിലേക്ക് എത്താൻ സാധിക്കുന്നതും, ഇനി ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ടില്ലെങ്കിലും അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതുമൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, നമ്മൾ അവിടെ തന്നെ കെട്ടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സൗകര്യങ്ങളാണത്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നു, അങ്ങനെ വ്യത്യസ്തങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. ഇതിനൊന്നും നമ്മൾ പണം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മീഡിയകൾ എവിടെ നിന്നാണ് അവരുടെ സമ്പാദ്യം ഉണ്ടാക്കുന്നത്? അത് ഉപയോഗിക്കുന്ന ആളുകൾ ഇത്ര മണിക്കൂർ ഞങ്ങളുടെ ഉപഭോക്താക്കൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പുറത്തേക്ക് കാണിക്കുകയും അതുവഴി പരസ്യങ്ങളെ ആകർഷിക്കുകയും ചെയ്താണ് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര സമയം അതിൽ കാണുന്നു, അതിൽ ചിലവഴിക്കുന്നു എന്നതാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഇന്ധനം എന്ന് പറയുന്നത്, അവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. അതിനിരയായി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ഒരു ഭാഗത്ത് ഫോൺ വെക്കാതിരിക്കാൻ എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെയാണോ നമ്മുടെ നമ്മുടെ ബോഡിയിലൂടെ മെസ്സേജ് പാസ് ചെയ്യേണ്ടത്, അതിനനുസരിച്ചായിരിക്കും യഥാർത്ഥത്തിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഇപ്പോൾ കുട്ടികൾ അവരുടെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യത്തിൽ ആകാംക്ഷയോടുകൂടെ മുന്നോട്ട് പോകാൻ ഉള്ളൊരു സിസ്റ്റമാണ് റിവാർഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. കുട്ടികൾക്ക് വളരെ ചെറിയ നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ പോലും വലിയ കാര്യമായിരിക്കും അല്ലേ. നമ്മൾ മൂന്നാം ക്ലാസ് 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടിക്ക് അവൻ്റെ നോട്ട് പുസ്തകത്തിൻ്റെ താഴെ ഒരു നീളത്തിലുള്ള ശരിയും ഒരു 5 സ്റ്റാറും കൊടുത്താൽ തന്നെ വലിയ കൗതുകമായിരിക്കും. നമുക്ക് ചിലവൊന്നുമില്ല, പക്ഷെ അത് വലിയ കൗതുകമാണ്. അതെന്താ കാര്യം? കുട്ടികൾ അവർക്ക് പ്രചോദനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഈ റിവാർഡ് സിസ്റ്റമാണ്. ചെയ്താൽ എന്തൊക്കെയൊക്കെ അവർക്ക് കിട്ടുന്നു എന്ന മനോഭാവം, അതിന് വളരെ കൃത്യമായി ചൂഷണം ചെയ്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉള്ളത്. ലെവലുകൾ പൂർത്തിയാക്കിയാൽ പൊട്ടുന്നു, മിന്നുന്നു, നിറം പകിട്ടുള്ള കാര്യങ്ങൾ മറിഞ്ഞു പോകുന്നു, അവരെ ഭയങ്കരമായ പ്രചോദിപ്പിക്കുന്ന വാചകങ്ങളും ശബ്ദങ്ങളും ഉണ്ടാക്കുന്നു. അങ്ങനെ അവരെ പിടിച്ചു നിർത്താനാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കി. നമ്മൾ പലപ്പോഴും ആ കുട്ടികളെക്കുറിച്ച് പറയുന്ന പരാതികളുടെ എല്ലാത്തിൻ്റെയും കാതലായ ആത്മാവ് ഇവിടെയാണ് നിലകൊള്ളുന്നത്. അവർ നമ്മളെ കേൾക്കുന്നില്ല, അവർ സാമൂഹ്യമായി ഇടപെടുന്നില്ല, അവർ നമ്മളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഉറക്കം അതിൻ്റെ സമയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവരുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നിങ്ങനെ തുടങ്ങി നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിൻ്റെ കാതലായ പ്രശ്നം ഇവിടെയാണ്. നമ്മൾ പോലും മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള സൈബർ ത്രെറ്റുകൾ 2 നിലക്കുമുണ്ട്. ഈ സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്ന കുറേ ഭയാനകരമായ അപകടങ്ങളുണ്ട്. അതേപോലെ തന്നെ ആ സിസ്റ്റത്തിനകത്ത് കയറി വർക്ക് ചെയ്യുന്നവരുണ്ടാക്കി വെക്കുന്ന ഭയാനകരമായ അവസ്ഥകളുമുണ്ട്. അപ്പോൾ നമുക്ക് സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ്. വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കാനും ആക്രമിക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിലാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ നമുക്ക് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ അത് ആക്സസ് ചെയ്യണമെങ്കിൽ, അതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. എൻ്റെ പ്രായം ഇത്രയാണ്, 18 വയസ്സ് കഴിഞ്ഞു, 16 വയസ്സ് കഴിഞ്ഞു എന്നൊക്കെ നമ്മുടെ ജനന തീയതിയും സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്താലാണ് അതിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ ആയിരിക്കും അതിന് സംവിധാനം ഉണ്ടാവുക. അത് നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. എന്നാലോ ധാരാളക്കണക്കിന് വിദ്യാർത്ഥികൾ ഫേക്കായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും മറ്റൊക്കെ കൊടുത്ത് അക്കൗണ്ട് ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അവരുടെ ഒരു യൂസർ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ യൂസറായി വരുന്ന കുട്ടി, അവൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഉപയോഗത്തിൻ്റെ രീതി കണ്ടാൽ 8 മിനിറ്റ് അത് ഉപയോഗിച്ചാൽ തന്നെ, വെറും 8 മിനിറ്റ് മാത്രം അത് ഉപയോഗിച്ചാൽ തന്നെ ഈ ഉപയോഗിക്കുന്ന ഉപഭോക്താവിൻ്റെ പ്രായം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള വിധത്തിലാണ് ഇതിൻ്റെ സിസ്റ്റം ഉണ്ടാവുക.
ഇപ്പോൾ ഇതൊരു 16 വയസ്സുകാരനല്ല ഈ സ്ക്രോൾ ചെയ്യുന്നത്, ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതിൽ പിന്നെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 6 വയസ്സുകാരനാണ്, 4 വയസ്സുകാരനാണ്, അല്ലെങ്കിൽ 8 വയസ്സുകാരനാണ്, 11 വയസ്സുകാരനാണ് എന്ന് ഇതിന് മനസ്സിലാക്കാൻ, അതിൻ്റെ അൽഗോരിതങ്ങൾക്ക് തിരിച്ചറിയാൻ വെറും 8 മിനിറ്റിൻ്റെ ആക്ടിവിറ്റി മാത്രം മതി എന്നാണ്. നോക്കൂ, എന്നാൽ ഇതിനനുസരിച്ച് അവർ നിയന്ത്രിക്കുമോ? 16 വയസ്സുള്ള കുട്ടിയല്ല, ഇതൊരു 18 വയസ്സുള്ള കുട്ടിയല്ല, ഇത് 8, 10, 11 വയസ്സുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് മെറ്റീരിയലുകൾ കൊടുക്കാതെ, അവർക്ക് കോണ്ടന്റുകൾ കൊടുക്കാതെ ആ കുട്ടിയെ സുരക്ഷിതമാക്കണമെന്ന് ഇവരാരും കരുതുകയില്ല. അങ്ങനെയുമല്ല അതുണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 16 വയസ്സും 18 വയസ്സും കാണിച്ച് 8 വയസ്സുകാരനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവൻ്റെ പിന്നെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇത് കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല അതൊരു നിലക്ക് അങ്ങനെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആക്രമിക്കാൻ പാകത്തിലാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങുന്ന സൈബർ ത്രെറ്റുകൾ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഈ സംവിധാനങ്ങളെ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് കണ്ണുകളോടുകൂടെ നിൽക്കുന്ന ഒരു വിഭാഗം അതിനകത്തുണ്ട്. അല്ലെ, കുട്ടികളെ പിന്നെ വലയിൽ ചെന്നുപെടുത്തി അവരെ പിന്നെ പ്രയാസത്തിലാക്കി, അവരുടെ ഏതെങ്കിലുമൊക്കെ ചില പിന്നെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ച് അവരുടെ ചിത്രങ്ങളെ മോഫ് ചെയ്ത് അവരെ തന്നെ പേടിപ്പിച്ച് ഇങ്ങനെ അവരുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി, ഈ സിസ്റ്റത്തിനകത്തുള്ള സംവിധാനങ്ങളെ മനസ്സിലാക്കി ഇതിനെ ചൂഷണം ചെയ്യാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക്, നമ്മുടെ താലൊലിച്ച് നടക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ ഗ്രൗണ്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പറ്റുന്ന എക്കോസിസ്റ്റം അവർക്കില്ല. അതിനനുസരിച്ചുള്ള പക്വതയും ചിന്തയും അവർക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സാഹചര്യങ്ങളെയെല്ലാം വിലയിരുത്തുമ്പോൾ നമ്മളെക്കാൾ നന്നായി ഇത് പയറ്റുകയും മനസ്സിലാക്കുകയും ചെയ്ത വികസിത രാജ്യങ്ങൾ മുന്നോട്ട് പോയതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്ന ആവശ്യം ബോധവൽക്കരണമായി, അതുപോലെ തന്നെ പരിപാടികളായി മുന്നോട്ട് പോകാൻ വിസ്ഡം സ്റ്റുഡൻസ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിന്നെ പരാമർശിക്കപ്പെട്ടതുപോലെ ഈ കാരണങ്ങൾ വളരെ വ്യക്തമായി നമുക്കെല്ലാവരോടും സംസാരിക്കാനുണ്ട്. രക്ഷിതാക്കളോട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇത്തരം സംവിധാനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറയാൻ നമുക്കുണ്ട്. അത്തരം പറയേണ്ട വേദികളെ അടുത്ത 3 മാസങ്ങളിൽ ഉണ്ടാക്കുക എന്നതാണ് വിസ്ഡം സ്റ്റുഡൻസ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ലഹരിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കൈപിടിക്കുന്നത് പോലെ, അനാവശ്യ കൂട്ടുകെട്ടിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കൈപിടിക്കുന്നത് പോലെ, നിങ്ങൾ ആസ്വദിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ബാല്യത്തെ, നിങ്ങളുടെ കൗമാരത്തെ നിറം കെടുത്തുന്ന വിഷമാണിത് എന്ന് കുട്ടികൾക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്കുണ്ട്. അത്തരം വേദികൾ ഉണ്ടാക്കുക എന്നതാണ് വിസ്ഡം സ്റ്റുഡൻസ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ വ്യക്തി എന്ന നിലക്കും കുടുംബം എന്ന നിലക്കും ഇത്തരം ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇതിൻ്റെതായ സുരക്ഷിതമായ മാർഗങ്ങൾ ഉണ്ടാകണം. അതിന് നിയമപരമായ സംവിധാനവും പരിരക്ഷയും ഇതിനുണ്ടാകണം. രാജ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളുമൊക്കെ മുന്നോട്ട് പോയതുപോലെ തന്നെ ഇതിന് നിർമ്മാണം നടത്തി ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അത്തരം മാർഗങ്ങളിലേക്ക് പോകണമെന്ന് ഭരണാധികാരികളോടും നമുക്ക് സംസാരിക്കാനുണ്ട്. അത്തരം വേദികൾ ഉണ്ടാക്കാനാണ് വിസ്ഡം സ്റ്റുഡൻസ് ഈ ത്രൈമാസ ക്യാമ്പയിനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഒരു പദ്ധതിയുടെ, ആ ഒരു മുന്നോട്ട് പോക്കിൻ്റെ, ആ ഒരു പ്രയാണത്തിൻ്റെ തുടക്കമാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംവദിച്ച് തുടങ്ങുകയാണ് ഈ ഘട്ടത്തിൽ എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഈ വിധത്തിൽ അവധിക്കാലത്തെ മുതലെടുത്തുകൊണ്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുകയാണ്. വ്യത്യസ്ത പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ LP പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ അവരൊരുമിച്ച് കൂട്ടി ജില്ലകളിൽ ക്യാമ്പുകൾ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ബട്ടർഫ്ലൈസ് എന്ന പേരിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ക്യാമ്പുകൾ ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ മുതിർന്ന വിദ്യാർത്ഥികൾ, അവർക്ക് UP പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ബ്ലിസ് എന്ന പേരിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്യാമ്പുകൾ ഒരുങ്ങുന്നുണ്ട്. അതുപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ജാലകം എന്ന പേരിൽ ക്യാമ്പുകൾ ഒരുങ്ങുന്നുണ്ട്. മണ്ഡലം തലങ്ങളിൽ സമ്മറൈസ് മോറൽ സ്കൂൾ എന്ന പേരിൽ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടി നിർത്തി 8 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ വിദ്യാർത്ഥികളോട് ഇത് സംവദിച്ച് അവർക്ക് ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് അവരുടെ ചിന്താശേഷിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ കൂടെ പറഞ്ഞു കൊടുത്ത് ഈ യാത്ര മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്നാമത്തേത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടാകണം. അവർക്ക് സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടാകാൻ പാടില്ല. അതിന് നിയമപരമായ പരിരക്ഷയുണ്ടാകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, അതുപോലെ രക്ഷിതാക്കൾ എല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഏതുപോലെ
8ഉം 9ഉം വയസ്സായ കുട്ടിക്ക് നമ്മുടെ വീട്ടിലെ ഒരു വണ്ടിയുടെ ചാവി നമ്മൾ കൊടുക്കില്ല എന്നത് നമ്മുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ സുരക്ഷിതത്വത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണത്. അവന് ചിലപ്പോൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി വിടാൻ പറ്റുമായിരിക്കും, പക്ഷെ ആ പരീക്ഷണത്തിന് നമ്മൾ നിൽക്കാറില്ല. എന്നതുപോലെ നമ്മുടെ വീട്ടിലെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കില്ല എന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കണം, കുടുംബം തീരുമാനിക്കണം. അങ്ങനത്തെ നിയമപരമായ പരിരക്ഷ ഇവിടെ ഉണ്ടാകണം. അവർ അതിനുശേഷം അത്തരം കാര്യങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന തീരുമാനം ഉണ്ടാകണം. അതോടൊപ്പം കർശനമായ പ്രായ പരിശോധന ഉണ്ടാകണം. നേരത്തെ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മാത്രം കണ്ണിൽ പൊടിയിടുന്ന ചില പരിപാടികൾക്കപ്പുറത്ത് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. ഇത് ഉപയോഗിക്കുന്നവൻ്റെ പ്രായം, അവരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അറിയുന്ന ഇത്തരം കുത്തക കമ്പനികൾ അവർ തീരുമാനമെടുക്കണം. തീരുമാനമെടുപ്പിക്കാൻ പാകത്തിൽ നമ്മുടെ സിസ്റ്റം സ്ട്രോങ് ആകണം. അതിനുവേണ്ട ബോധവൽക്കരണങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണിൽ നിന്ന് മാറി നിൽക്കണമെന്നാണോ? ഒരിക്കലുമല്ല. മൊബൈൽ ഫോൺ അവർ തുടരുത് എന്നോ അതവർ കാണരുത് എന്നോ അല്ലെങ്കിൽ അത് തുറന്നു വെക്കുന്ന അതിനൂതനമായ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തരുത് എന്നോ അല്ല ഈ ക്യാമ്പയിൻ പറയുന്നത്. അതല്ല ഈ ക്യാമ്പയിനിൻ്റെ സന്ദേശം. മറിച്ച് അവരെ ഡൈവേർട്ട് ചെയ്യണം. ഇത്തരം അപകടങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തി ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ കാലത്ത് അതിൻ്റെ സാധ്യതകളൊക്കെ കുട്ടികൾ ഉപയോഗിക്കട്ടെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അവരുടെ ആക്ച്വൽ ഇൻ്റലിജൻസിനെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പദ്ധതികൾ ഉണ്ടാകണം. ആ പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഈ സംവിധാനങ്ങളിലൂടെ ഏറ്റവും ക്രിയാത്മകമായ ആലോചനകൾക്ക് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കട്ടെ. അതിന് ഏറ്റവും മനോഹരമായ ഒരു പദ്ധതിയും ഇവിടെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ ഈ അവധിക്കാലത്ത് ഒരു സമ്മർ ക്വസ്റ്റ് എന്ന പേരിൽ അവരെ ഇത്തരം ഡിവൈസുകളിൽ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ പറ്റുന്ന, അവരുടെ ക്രിയാത്മകതയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന റിവാർഡ് സിസ്റ്റം കൊണ്ട് ഒരു മലിനമായ സാഹചര്യം ഉണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ അതേ റിവാർഡ് സിസ്റ്റങ്ങളെ കൊണ്ട് ഇവരുടെ ജീവിതത്തെ നേർവഴിയിലൂടെ നടത്താൻ നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നതിൻ്റെ ഉത്തരമാണ് സമ്മർ ക്വസ്റ്റിലൂടെ നിർവഹിക്കപ്പെടുക. അങ്ങനെ ഇതിൽ നിന്ന് അകറ്റി നിർത്തുക, ഇതിൻ്റെ സാധ്യതകളെ ഇവരിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതല്ല, ഇതിൻ്റെ സാധ്യതകളിൽ നേരും നന്മയുമുള്ളതിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുക, അപകടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരെ കൈപിടിച്ചു നിർത്തുക എന്നതാണ് ഈ ക്യാമ്പയിൻ സന്ദേശമായി മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു മുന്നോട്ട് പോക്കിൽ ഈ ഇരിക്കുന്ന രക്ഷിതാക്കളുടെ, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ, ഈ ശബ്ദം കേൾക്കുന്ന അധ്യാപകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും അകമഴിഞ്ഞ സഹകരണവും ഈ ഘട്ടത്തിൽ വിസ്ഡം സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ പറയുന്ന പദ്ധതികളുമായി വിദ്യാർത്ഥികളിലേക്കും സമൂഹത്തിലേക്കും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ കോർപ്പറേറ്റ് ലാഭങ്ങളല്ല, അവിടെ മിന്നുമറിയുന്ന അക്കങ്ങളല്ല നമുക്ക് വലുത്. മറിച്ച് 13,000 വിദ്യാർത്ഥികൾ 2023 കണക്കനുസരിച്ച് ആത്മഹത്യ ചെയ്തതിൽ നിന്ന് ഇനി അടുത്തൊരു റിപ്പോർട്ട് വരുമ്പോൾ നമ്മുടെയൊക്കെ പരിസരത്തുള്ള കുട്ടികളെ സേഫാക്കി നിർത്തണമെന്ന ചിന്തയും ആശയവുമാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പയിന് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ സന്ദേശത്തെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നത് ഈ പറയുന്ന പരിപാടികളിലൂടെ, അജണ്ടകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഇതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. ഈ ആഴ്ചയോടുകൂടെ നമ്മുടെ സ്കൂളുകൾ അടക്കുകയാണ്. കുട്ടികൾ പിന്നീട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബോധവൽക്കരണത്തിൻ്റെ മാർഗങ്ങളും വഴികളുമായി അവരുടെ ഭാഷയിൽ അവരോട് സംവദിക്കാനുള്ള പദ്ധതികളുമായി വിസ്ഡം സ്റ്റുഡൻസ് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ് ജൂൺ മാസത്തിൽ അവർ ക്യാമ്പസുകളിലേക്ക്, സ്കൂളുകളിലേക്ക് മടങ്ങി വരുമ്പോൾ സ്കൂളുകളുടെയും അധ്യാപകരുടെയും സഹായത്തിൽ ഈ സന്ദേശം ഏറ്റവും മനോഹരമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഉള്ള പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുകയാണ്. കഴിഞ്ഞ ഒരു അവധിക്കാലത്തിൻ്റെ സമയത്ത് ലഹരി വല്ലാത്ത പ്രയാസമായി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന ഈ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കൂട്ടായ്മയുടെ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സ്കൂളുകളിൽ നമ്മൾ കുട്ടികളോട് സംവദിച്ചിട്ടുണ്ട്. എതിരെ എന്ന ക്യാമ്പയിൻ നമ്മൾ പ്രഖ്യാപിച്ച് ആ ക്യാമ്പയിൻ്റെ അകത്ത് നിന്ന് സ്കൂളുകൾക്കകത്ത് കുട്ടികളോട് നമ്മൾ സംവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 2ാമത്തെ പതിപ്പായി ഇൻഷാ അല്ലാഹ് ഈ അവധിക്കാലം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളുകളിലേക്ക് വരുമ്പോൾ അവരോട് സംവദിക്കാൻ, അവരോട് പറയാൻ, അവരോട് ഈ അധാർമികതയുടെ അല്ലെങ്കിൽ നേരല്ലാത്ത ഈ കാര്യങ്ങൾ, അവരെ നടത്തുന്ന ചൂഷണങ്ങളെ അവരെ ബോധ്യപ്പെടുത്താൻ പദ്ധതികളുമായി ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ നിലക്ക് ഈ ഒരു പരിശ്രമത്തെ നമ്മൾ കാണുകയും എടുക്കുകയും നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണത്തിലും പ്രാർത്ഥനകളിലും ഉണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ്റെ പ്രമേയത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.